നെഗറ്റീവ് തിങ്കിങ്, തലയിൽ ഇങ്ങനെ എന്തൊക്കെയോ കാര്യങ്ങൾ വന്ന് ശല്യം ചെയ്തുകൊണ്ടിരിക്കുക. അതിന് ചെയ്യേണ്ട കാര്യം എന്ന് വെച്ചാൽ ആ ശല്യം ചെയ്യുന്ന കാര്യങ്ങളൊക്കെ ഓരോന്നും അങ്ങോട്ട് പേപ്പറിൽ എഴുതി വെച്ചിട്ട്, പേപ്പറിൽ അവിടെ ഉണ്ട്, ഇനിയിപ്പോൾ അത് ചിന്തിക്കേണ്ട ആവശ്യമില്ലല്ലോ, അവിടെ ഉണ്ട് എന്നുള്ള ആ ഒരു ധൈര്യം കിട്ടിക്കഴിഞ്ഞാൽ നമ്മുടെ തല വല്ലാണ്ട് അങ്ങോട്ട് കാട് കീറൂല. അപ്പോൾ എഴുതി വെക്കുക. ക്ഷീണം വരുന്നുണ്ടെങ്കിൽ ഒന്ന് വിശ്രമിച്ചാൽ മതിയെന്ന്, ചെറിയൊരു മയക്കം, സ്വന്തമായിട്ടൊന്ന് കണ്ണടച്ച് ഇങ്ങനെ കൂളായിട്ടിട്ട് കഴിഞ്ഞാൽ ക്ഷീണം പമ്പ കിടക്കും. അതെല്ലാം ആകെപ്പാടെ ആങ്സൈറ്റിയാണ്, എന്താണെന്നറിയില്ല, ചിന്തകൾ കാട് കയറിപ്പോണ്, ഒരു ശാന്തത കിട്ടുന്നില്ല, ഒരു സമാധാനം കിട്ടുന്നില്ല. അതിനെന്താ കണ്ണങ്ങടക്കുക. ഓക്കെ, ലോകത്തെക്കുറിച്ച് ആരൊന്നും കാണണ്ട, ചിന്തിക്കും വേണ്ട. ഈ എന്തെങ്കിലുമൊക്കെ ചിന്ത വന്നാൽ അതിനിട്ട് വിലയും കൊടുക്കണ്ട. ചുമ്മാ നമ്മൾ ഇങ്ങനെ നമ്മുടെ ചിന്തകളെ നിരീക്ഷിച്ച് അങ്ങനെയുണ്ടോ, അത് ശരി, ഇങ്ങനെയുണ്ടോ, ഇങ്ങനെയുണ്ടോ, നിരീക്ഷിക്കുക, ചിന്തകളെ നിരീക്ഷിക്കുക. അതിനൊരു വിലയും കൊടുക്കരുത്. നമ്മുടെ ചിന്ത എല്ലാം അങ്ങ് തൽക്കാലം അങ്ങ് ചിന്തിക്കുക. ആ ചിന്തനെ എന്ത് ചെയ്യുക, നിരീക്ഷിക്കുക. സങ്കടത്തിലാണ് വഴിയിട്ട് എണീച്ചൊരു ഓട്ടം കൊടുക്കുക. എക്സസൈസ്, എന്തെങ്കിലും കഠിനമായൊരു വ്യായാമം ചെയ്താൽ സങ്കടം അങ്ങോട്ട് പോകുന്നേ. ഞാൻ എന്താ അത്ര സങ്കടമൊന്നുമില്ല, ചെറിയൊരു സ്ട്രെസ്സ്, ഒരു ടെൻഷൻ, ഒരു സുഖക്കുറവ്. അപ്പോൾ ഒന്ന് കൂളായിട്ട് ഇറങ്ങി നടക്കുക. വാക്കിംഗ്, നല്ലൊരു വാക്കിങ്ങിന് പോകും. പ്രകൃതിയൊക്കെ ഒന്ന് കണ്ട്, നല്ല മരങ്ങളും ചെടികളും ഇവയൊക്കെ ഒന്ന് കണ്ട്, പൂക്കളൊക്കെ ഉണ്ടെങ്കിൽ അതിനൊക്കെ ഒന്ന് മണത്ത്, അരുവികളൊക്കെ ഉണ്ടെങ്കിൽ അതിൻ്റെ കളകളാരവം ഒന്ന് കേട്ട് ഇങ്ങനെ കൂളായിട്ട് കുറച്ചങ്ങനെ നടന്നു കഴിഞ്ഞിട്ടുണ്ടല്ലോ, മൈൻഡ് താനെ കൂളാവും. അതെല്ലാം നിങ്ങൾക്ക് ഭയങ്കര ദേഷ്യം വരുന്നുണ്ട് വെച്ചോ, തലപരിക്കണോ എന്ന് തോന്നിക്കഴിഞ്ഞാൽ നല്ലൊരു മ്യൂസിക്, ഓക്കെ, തലപ്പരിപ്പ് കൂട്ടുന്ന മ്യൂസിക് അല്ല, റിലാക്സിങ് മ്യൂസിക്, ഒരു കൂൾ മ്യൂസിക് ഇട്ട് കുറച്ച് നേരം, ഒരു 10 മിനിറ്റ് ഇങ്ങനെ കേട്ട് നോക്ക്. തലകണങ്ങ് തടുത്ത് ആ ദേശിക്ക് എവിടെ പോയിന്ന് തന്നെ അറിയണ്ടാവില്ല. ഞാൻ തന്നെ മടി വരുന്നുണ്ടെങ്കിൽ, മടിക്ക് കാരണം വേറൊന്നുമല്ല, ഈ മൊബൈലിൻ്റെ മുന്നിൽ ആരാൻ്റെ സക്സസ് ഇങ്ങനെ നോക്കി കണ്ട് സ്വന്തമായിട്ടുള്ള കാര്യങ്ങളൊന്നും പ്രവർത്തിക്കാതെ പിന്നെ ശരീരം ആ കാര്യങ്ങൾ മറന്നുപോയി. കണ്ടാൽ മതി ആരുടെയൊക്കെയോ സ്വപ്നങ്ങൾ, അവർ അനുഭവിച്ച കാര്യങ്ങൾ ഇങ്ങനെ കണ്ടിട്ട് നമ്മുടെ മനസ്സിൻ്റെ വിചാരം എന്താ, ആരാൻ്റെ എന്നറിയില്ലല്ലോ, ആരാൻ്റെ സ്വപ്നങ്ങൾ, ആരാൻ്റെ വിജയങ്ങൾ അതിങ്ങനെ മനസ്സിലിട്ട് അതും താലോലിച്ച് മുന്നോട്ട് പോയണ്ടല്ലോ. പിന്നെ നമ്മുടെ ശരീരം മറക്കും, എന്ത് പ്രവൃത്തി അങ്ങനെ മറക്കും, ഒരു മനോരാജ്യത്തിൽ അങ്ങനെ മുഴുകും. അതിൻ്റെ പേരാണ് മടി. അപ്പോൾ ഫോണ് നിങ്ങളുടെ എടുത്തു വെക്കാത്തുള്ളൂ, മടി പോകും. ഇനി അതല്ല, എന്താ നല്ലൊരു ക്ഷീണം, ഒന്നും ചെയ്യാൻ തോന്നില്ല. ഇനിയിപ്പോൾ എന്താ പെണ്ണ് കാര്യമായിട്ട് പ്രവർത്തിക്കാൻ ഇറങ്ങുമ്പോൾ ഒരു സുഖം കിട്ടില്ല എന്നൊക്കെ തോന്നിക്കഴിഞ്ഞാൽ ഒന്നുമില്ല, ആ സമയം പഠനത്തിന് ഉപയോഗിക്കുക. കാര്യമായിട്ടൊന്നും ചെയ്യേണ്ട, എന്താ ഇഷ്ടമുള്ളൊരു പുസ്തകം വായിച്ച് കൂളായിട്ടിരിക്കുക. എല്ലാ പ്രശ്നത്തിനും പരിഹാരം ഉണ്ടെന്നേ.